ദൈവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യം വിരൽ ചൂണ്ടുന്ന പരമമായ സത്യം സകല ആത്മാക്കളോടുമുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായുള്ള മഹത്തായ ദൈവിക പദ്ധതിയായിരുന്നു അത്. ആ വലിയ പദ്ധതിയിൽ പങ്കാളികളായി അനേകരെ ദൈവസ്നേഹത്തോട് ചേർത്തു നിർത്തുന്ന അനേകം ശുശ്രൂഷകർ അവരുടെ തികഞ്ഞ സമർപ്പണത്താൽ കുരിശിലൂടെ രക്ഷകൻ മാനവകുലത്തിന് സമ്മാനിച്ച രക്ഷ ലോകം മുഴുവനും നിറയുന്നു. ഒരു വലിയ നാട്ടിൽ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേരുപാകി അനേകായിരം പ്രവാസികൾക്ക് തങ്ങളുടെ അനുഗ്രഹീതമായ പാരമ്പര്യത്തിൽ തുടരുവാൻ അവസരമൊരുക്കിയ വലിയ ദൈവിക പദ്ധതിയുടെ കാര്യസ്ഥൻ. ചിക്കാഗോ രൂപതയുടെ ശില്പികളിലൊരാളും ഇന്ന് ന്യൂയോർക്ക് സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ തൻ്റെ ജീവിത മാതൃകയും പ്രവർത്തന തീക്ഷ്ണതയും കൊണ്ട് അനേകായിരങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു ജീവിത സാക്ഷ്യമാണ്. ബാല്യകാലം മുതൽ ഇന്നോളവും അപ്രതീക്ഷിതമായ അവസരങ്ങളും ഒപ്പം പരാജയങ്ങളും തടസ്സങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ്റേത്. ചെറിയ പരാജയങ്ങൾ കൊണ്ടും പ്രതിബന്ധങ്ങൾ കൊണ്ടും തളരുകയും തോറ്റു പിന്മാറുകയും ചെയ്യുന്ന നമ്മിൽ അനേകർക്ക് വലിയ മാതൃകയും ബലവും പകരുന്ന അനുഭവങ്ങളാണിവ. സെമിനാരി വിദ്യാഭ്യാസ കാലത്തുടനീളവും തുടർന്നും വിജയങ്ങൾ മാത്രം കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് അതിനു പിന്നിൽ പങ്കുവയ്ക്കുവാൻ ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവപരിപാലനയുടെയും അവിടുന്നൊരുക്കിയ അത്ഭുതകരമായ വഴികളുടേതുമായ ഒരു രഹസ്യം. ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം അനേകരെ തിരുസഭയോടും സഭയിലൂടെ സമ്മാനിക്കപ്പെടുന്ന പൂർണ്ണമായ കൗദാശിക ജീവിതത്തോടും കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു. അത്തരമൊരു വലിയ ദൗത്യത്തിനായി ദൈവം ഈ അഭിഷിക്തനെ പ്രത്യേകമായി നിയോഗിച്ചു. മാനന്തവാടി രൂപതയിൽ കൽപ്പറ്റ പ്രദേശത്ത് സുറിയാനി കത്തോലിക്കരെ കണ്ടെത്തി 4 ഇടവകകൾ സ്ഥാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് ലഭിച്ച നിയോഗം ഊട്ടിയിൽ സമാനമായ ദൗത്യം തന്നെയായിരുന്നു. സ്വന്തം ദേശത്തിനു പുറമെ മറ്റൊരു ദേശത്തും ഇതേ ദൗത്യവുമായി ചെന്നെത്തിയ അദ്ദേഹം അവിടെയും പൂർണ്ണ വിജയമായി മാറി. കൂന്നൂർ തുടങ്ങി 3 ഇടവകകൾ അച്ഛൻ അവിടെ സ്ഥാപിക്കുകയും സീറോ മലബാർ സഭയുടെ ശക്തമായ പ്രേക്ഷിത ഭൂമിയായി ആ ദേശം മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് മറ്റൊരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ അമരക്കാരനായി ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ നിയോഗിക്കപ്പെടുന്നത്. ഏതാനും വർഷങ്ങളായി തികഞ്ഞ ദൈവനിയോഗത്തിൻ്റെ പിൻബലത്തിൽ അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യത്തിൻ്റെ തുടർച്ച തന്നെയായിരുന്നു അത്. അന്യരാജ്യങ്ങളിൽ ജോലിക്കായും പഠനങ്ങൾക്കായും കടന്നു ചെല്ലുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്യുന്ന സഭാമക്കളുടെ കാര്യം സീറോ മലബാർ സിനഡ് ഗൗരവമായി ചിന്തിക്കുകയും അവർക്കായി പ്രവർത്തിക്കുവാൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ ചിക്കാഗോയിലേക്ക് നിയുക്തനായത് ജോസ് കണ്ടത്തിക്കുടിയച്ചനായിരുന്നു.
1994 കാട്ടുമന പിതാവ് നമ്മുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റ് ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അത്യുന്നത കർദിനാൾ മാർ പടിയറ ആൻ്റണി തിരുമേനി നമ്മുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്നു. അങ്ങനെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സിനഡ്, മെത്രാന്മാരുടെ സിനഡ് എറണാകുളം കർദിനാൾ ഹൗസിൽ കൂടുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ. അതാണ് നമ്മുടെ ഈ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ടുള്ള വലിയ സിനഡായിരുന്നു. 30ഓളം മെത്രാന്മാരാണ് അന്ന് അതിൽ പങ്കെടുത്തത്. അവരുടെ മുമ്പിൽ കാട്ടുമനം പിതാവ് ഒരു ചോദ്യം ചോദിച്ചു. പിതാക്കന്മാരെ, നമ്മൾ സഭാപരമായിട്ട് കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഈ കുടിയേറിയ മനുഷ്യർക്ക് വേണ്ടിയാണ് തലശ്ശേരി രൂപതയുണ്ടായത്. അതിന്ന് വളർന്ന് 1 അല്ല 7 രൂപതകളായില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ കുടിയേറ്റത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ കുടിയേറ്റം കന്നി മണ്ണ് തേടിയുള്ള കുടിയേറ്റമല്ല, പിന്നെയോ ജോലി തേടിയുള്ള കുടിയേറ്റം. ഇംഗ്ലണ്ടിലേക്ക്, ഇറ്റലിയിലേക്ക്, ജർമ്മനിയിലേക്ക്, അതുമാത്രമല്ല അങ്ങ് അമേരിക്കയിലേക്ക് ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ സീറോ മലബാർ മക്കൾ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സഭാപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും ഒരച്ഛൻ അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ നിർത്തി ഒരു കുർബാന ചൊല്ലിക്കും, ജനങ്ങൾ വന്ന് കണ്ടുപോകും, അച്ഛന് സ്റ്റൈപ്പൻറ്റും കൊടുക്കും. അതുകൊണ്ട് സഭാപരമായൊരു എൻറ്റിറ്റി ആകുകയല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ദൗത്യം തരികയാണ്. അമേരിക്കയിലും യൂറോപ്പിലെയും കുടിയേറ്റ മേഖലയിലേക്ക് നമ്മൾ ഓരോ അച്ഛന്മാരെ അയക്കണം. അവരുടെ കണക്കെടുക്കണം. അവരുടെ സ്ഥിതി വിവര കണക്കുകൾ രേഖപ്പെടുത്തിയിട്ട് മാർപ്പാപ്പയുടെ അടുത്ത് നമുക്കൊരു അപേക്ഷ കൊടുക്കണം. മാർപ്പാപ്പായുടെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററെ മാർപ്പാപ്പ നിശ്ചയിക്കണമെന്ന്. ആ മെത്രാൻ ആരാണേലും അദ്ദേഹം പോയി അവിടുത്തെ സ്ഥിതിവിവരക്കണക്കുകൾ പഠിച്ച് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ. കരോട്ടെമ്പ്രയൽ പിതാവിനെ, ഗ്രിഗറി കരോട്ടെമ്പ്രയൽ പിതാവിനെ രാജ്കോട്ട് മെത്രാനായിരുന്ന അദ്ദേഹത്തെയാണ് അമേരിക്കയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരച്ഛനെ വിടണം ഇതിന് ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമേ ചിക്കാഗോയ്ക്ക് വിടുകയാണ്. അങ്ങനെ ഒരച്ഛനെ ചോദിച്ചു, ആരെങ്കിലും പിതാവിന് കൊടുക്കാനുണ്ടോ? ആരൊന്നും പ്രത്യുത്തരം നന്നായിട്ട് പറഞ്ഞില്ലായിരിക്കാം. ഉടനെ അവസാനം കാട്ടുമന പിതാവ് തൂങ്കുഴി പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാനെന്നാൽ പിതാവിൻ്റെ ഒരച്ഛനെ എടുക്കുകയാണ്. അങ്ങനെ ആണ് കണ്ടെത്തിക്കുടി ആയ എന്നെ കാട്ടുമന പിതാവ് ചോദിച്ചു, പിതാവ് കൊടുത്തു. ഞാനങ്ങനെ നിയുക്തനാകുകയാണ് ചിക്കാഗോയ്ക്ക് പോകാൻ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ കുടിയേറ്റ രാജ്യം തന്നെയാണ് അമേരിക്ക. അമേരിക്കയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലുമായി വാസമുറപ്പിച്ചിരിക്കുന്ന അവരിൽ പലരും സുറിയാനി കത്തോലിക്കർ തന്നെയാണ്. 1995 സീറോ മലബാർ സിനഡ് കൈക്കൊണ്ട തീരുമാനപ്രകാരം ഇത്തരത്തിൽ അങ്ങോട്ട് കുടിയേറിയ ഒരു വലിയ സമൂഹത്തിനു വേണ്ടി ഒരു രൂപത ആരംഭിക്കുന്നതിനു വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടി അച്ഛൻ്റെ ദൗത്യം. ചിക്കാഗോയിൽ ചെന്നാൽ എൻ്റെ ജോലി എന്താ? അവിടെ ഒരു 10-60 വീട്ടുകാരുള്ളതായിട്ട് പിതാക്കന്മാർക്ക് അറിയാം. അവരെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ കുടിയേറിയിട്ടുള്ള വലിയ സിറ്റിയായ ചിക്കാഗോ നഗരത്തിലെ സീറോ മലബാറുകാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ ഇടവകയാക്കണം. ഒപ്പം അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നമ്മുടെ മലയാളി മക്കൾ ചെന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് മില്യൺ കണക്കിന് മനുഷ്യരുള്ളതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരെ തേടിപ്പിടിച്ച് ഒരുമിച്ച് കൂട്ടി ഒരു ഇടവകയാക്കണം. അതാണ് അങ്ങനെ കൊച്ചു കൊച്ചു സമൂഹങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു രൂപതയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇതാണ് എൻ്റെ ദൗത്യം. ഞാനങ്ങനെ പോവുകയാണ് ചിക്കാഗോയ്ക്ക്. 1995 സെപ്റ്റംബർ 7-ാം തീയതി ഞാൻ ചിക്കാഗോയിൽ കാലുകുത്തി. അന്ന് മുതൽ ചിക്കാഗോ അല്ലെങ്കിൽ അമേരിക്കയാണ് എൻ്റെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള
പ്രവർത്തന മേഖല. ഞാൻ അവിടെ ചെന്നു, ആൾക്കാരെ കണ്ടു. ഈ 60 100 200 852 വീട്ടുകാർ എനിക്ക് 5 കൊല്ലം കൊണ്ട് ചിക്കാഗോയിൽ കണ്ടെത്താൻ കഴിച്ചു. 10-12 വാർഡുകളായിട്ട് അതിനെ തിരിച്ചു. എല്ലാ വാർഡിലും പോയി. അമേരിക്കയിൽ നടക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. ഓരോ വാർഡിലും ഉള്ള 10, 15, 20 കുടുംബങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും വൈകുന്നേരം 7 മണിക്ക് ഇടദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴ ഈ 4 ദിവസമേ ഉള്ളൂ ബൈബിൾ ക്ലാസ്. വെള്ളിയാഴ്ച വൈകുന്നേരം പള്ളിയിൽ ആരാധനയും കുർബാനയും ഒക്കെയാണ്. ശനിയാഴ്ച രാവിലെയാണ് കുർബാനയും നൊവേനയും എല്ലാം നടക്കുന്നത്. ഞായറാഴ്ച വേദപാഠവും മറ്റ് ക്ലാസ്സുകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും വൈകുന്നേരം ബൈബിൾ ക്ലാസ്സുകളുണ്ട് ഏതെങ്കിലും ഒരു വാർഡിൽ. ആ വാർഡിലുള്ളവരെല്ലാം ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബ്രോങ്സ് ഇടവകയിൽ പോലും. അപ്പോൾ അങ്ങനെ ചിക്കാഗോയിൽ ഞാൻ അങ്ങനെ നടത്തി. അത് വലിയൊരു ഇടവകയായി. എല്ലാ ഭക്ത സംഘടനകളോടെ തുടങ്ങി. പടിയറ പിതാവ് പല പ്രാവശ്യം വന്നു. പിതാവിന് ഇഷ്ടമായി ചിക്കാഗോയുടെ ഗ്രോത്ത്. പിന്നെ അവസാനം നമ്മുടെ വർക്കി പിതാവ് വന്നു. അങ്ങനെ എല്ലാവർക്കും ചിക്കാഗോയുടെ വളർച്ച ഇഷ്ടപ്പെട്ടു. രാജ്കോട്ട് രൂപതാധ്യക്ഷനും അപ്പസ്തോലിക് വിസിറ്റേറ്ററുമായിരുന്ന അഭിവന്യ മാർ ഗ്രിഗറി കരോട്ടംബ്രൽ പിതാവിനോടൊപ്പം അമേരിക്കയിലെമ്പാടും സഞ്ചരിച്ച് പുതിയ രൂപത ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ പങ്കുചേർന്ന് പ്രവർത്തിച്ചതുൾപ്പെടെ അമേരിക്കയിലെ അച്ഛൻ്റെ ആദ്യ വർഷങ്ങൾ ഏറെ പ്രവർത്തനനിരതമായിരുന്നു. വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങൾ പിന്നിട്ട് അച്ഛൻ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യങ്ങളിൽ വിജയകരമായി മുന്നേറി. ആദ്യഘട്ടങ്ങളിൽ പലതരത്തിലും എതിർപ്പുകൾ നേരിടേണ്ടതുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഗ്രിഗറി പിതാവ് വന്ന് ഞങ്ങൾ 44 സിറ്റികളിലേക്ക് എയർ ടിക്കറ്റ് എടുത്ത് പോയി അവിടെയുള്ള മലയാളി സമൂഹങ്ങളെ കണ്ട് സഭയുടെ പ്രത്യേകത, നമ്മുടെ തനിമ, ഐഡൻറ്റിറ്റി, നമ്മുടെ ആരാധനക്രമത്തിൻ്റെ വലിപ്പം ഇതെല്ലാം പറഞ്ഞ് ക്ലാസ് എടുത്ത് അവരോട് ഒപ്പിട്ട് മേടിച്ചു. എല്ലാവർക്കും ഞങ്ങൾ കണ്ടത് സീറോ മലബാർ വേണ്ട, ഞങ്ങൾക്ക് ഇവിടെയുള്ള അമേരിക്കൻ പള്ളിയിൽ പോയാൽ മതി എന്ന ആദ്യത്തെ പ്രതികരണം. കാരണം പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ബലമായ സംശയവും, പിന്നെ ചില കുപ്രസിദ്ധ ലേഖനങ്ങൾ ഇത് പണം പിരിക്കാനുള്ള ഏർപ്പാടാണ്, എത്ര രൂപാതാന്ന് വരുക, അവരെയൊന്നും കയറ്റെന്നും പറഞ്ഞ് ചിലരെ എഴുതുന്ന ആർട്ടിക്കിളൊക്കെ അവിടെ എത്തും. അതിൻ്റെ കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും 44 സിറ്റികളിൽ പോയി ഞങ്ങൾ ഒപ്പുശേഖരണം സമ്പാദിച്ചു. അവിടെയുള്ള ലോക്കൽ മെത്രാന്മാരുടെ അടുത്ത് പോയി ഒരു സീറോ മലബാർ സഭ രൂപത വരുന്നതിന് അവർ തടസ്സമല്ലെന്ന് എഴുതി മേടിച്ചു. ഇതെല്ലാം കൂടി 95, 96, 97, 98 ഈ കൊല്ലങ്ങളിലായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കി. ഗ്രിഗറി പിതാവ് ഈ റിപ്പോർട്ട് കൊണ്ടുപോയി 99 മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ വർക്കി പിതാവ് പല പ്രാവശ്യം ചിക്കാഗോയിൽ വന്നു. അവസാനം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജോസച്ച ഇനി ഈ ചിക്കാഗോയിൽ ഏത് അച്ഛനെ ഞങ്ങൾ വിട്ടാലും ഭംഗിയായിട്ട് പോയിക്കോളും, എല്ലാം വെൽ ഓർഗനൈസ്ഡാണ്. അച്ഛൻ ഉടനെ തന്നെ ന്യൂയോർക്കിലേക്ക് പോകണം. ന്യൂയോർക്കിലാണ് ഇതിൻ്റെ 10 ഇരട്ടി മലയാളികളുള്ളത്. അത് പല അസോസിയേഷനൊക്കെ കാരണം ഛിന്ന ഭിന്നമായി നിൽക്കുകയാണ്. അച്ഛൻ പോയി അവരെ സംഘടിപ്പിക്കണം. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, കണക്റ്റിക്കറ്റ്, ട്രൈ സ്റ്റേറ്റ് മെട്രോപൊളിറ്റൻ സിറ്റി അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത ഫേസ് അവിടെയാണ്. ഏതാനും വർഷങ്ങൾ നീണ്ട ചിക്കാഗോയിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടി അച്ഛൻ്റെ
അടുത്ത പ്രവർത്തന മേഖല ന്യൂയോർക്കായിരുന്നു. ചിക്കാഗോയിലേതിന് സമാനമായി ധാരാളം സുറിയാനി കത്തോലിക്കർ ഉണ്ടായിരുന്ന അവിടെയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പ്രവർത്തനമാരംഭിച്ചു. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും സമീപ പ്രദേശങ്ങളിലുമായി ഇടവക സമൂഹങ്ങൾ ആരംഭിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന് അദ്ദേഹം തികഞ്ഞ പ്രാർത്ഥനാരൂപിയിലാണ് തുടക്കം കുറിച്ചത്. ന്യൂയോർക്കിൽ ചെന്ന് താമസിക്കാൻ ഒരു സ്ഥലം, ഒരു മുറി ന്യൂയോർക്ക് ആർച്ച് ഡയസിൻ്റെ ഒരു പള്ളിയിൽ കിട്ടി. ന്യൂവർക്ക് ആർച്ച് ഡയസിൻ്റെ വേറൊരു പള്ളിയിൽ അവിടെയും താമസിക്കാൻ ഒരു മുറി കിട്ടി. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസം ഞാൻ ന്യൂയോർക്കിലെ പള്ളിയിൽ താമസിക്കും. അവിടെയുള്ള മലയാളികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ഒരു ഇടവകയുണ്ടാക്കും. ബുധൻ, വ്യാഴം, വെള്ളി ശനി ഈ ദിവസങ്ങളിൽ ഞാൻ ന്യൂജേഴ്സിയിൽ പോയിട്ട് അവിടെയുള്ള പള്ളിയിൽ താമസിക്കും. അവിടെയുള്ള മലയാളികളെ തേടിപ്പിടിച്ച് അവിടെ പ്രാർത്ഥനയും നിസ്സായ മാതാവിൻ്റെ നൊവേനയും ഒക്കെ ആയിട്ട് അവിടെ ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കുർബാന. വേറെയും പല സ്ഥലത്തും മലയാളികളുള്ളിടത്തൊക്കെ കുർബാന ചെല്ലാൻ പോകുമായിരുന്നു. അങ്ങനെയാണ് ഈ ന്യൂയോർക്കിലെ എൻ്റെ പ്രേക്ഷിത വേല മുമ്പോട്ട് പോകുന്നത്. ന്യൂയോർക്കിൽ കണ്ടുപിടിച്ച ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഇടവകയാണ് റോക്ക്ലാൻഡ്. അതൊരു ഡിസ്ട്രിക്റ്റാണ് ന്യൂയോർക്കിൻ്റെ. ഹഡ്സൺ റിവർ, പ്രശസ്തമായ ഹഡ്സൺ റിവറിൻ്റെ മറുവശം. ഞാൻ താമസിക്കുന്ന ഇപ്പോൾ ഇങ്ങേ വശമാണ് കിഴക്കേ വശം, മറ്റേ പടിഞ്ഞാറേ വശമാണ് ഈ റോക്ക്ലാൻഡ്. അവിടെ താമസിച്ചുകൊണ്ട് 2 പള്ളികളിൽ പോയി ഓരോ മലയാളം കുർബാന ചൊല്ലി ആൾക്കാരെ ഒന്നിച്ചു കൂട്ടി അത് പിന്നെ ഒരു സ്ഥലത്താക്കി. അവിടെ 3 കൊല്ലം കൊണ്ട് 2001 ആയപ്പോഴേക്കും അത് വലിയ ഒരു ഇടവക പോലെയായി. അന്ന് ഇടവകയായില്ല, കാരണം രൂപതയെ വന്നിട്ടില്ല. രൂപത വരുന്നത് 2001. അങ്ങനെ അവിടെയുള്ളവരെ കൂട്ടി ഉണ്ടാക്കിയ ആ ഇടവകയിൽ ഒരു 250ഓളം വീട്ടുകാരെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഇടവക ഇപ്പോൾ വളരെ ഫ്ലറിഷിങ് ഒരു ഇടവകയാണ്. നമ്മളുടെ കുർബാനയുടെ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്ത് അന്നാ പെസഹ തിരുനാളിലൊക്കെ അതിനൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട തദേവുസ് അരവിന്ദ തച്ചനാണ് ഇപ്പോൾ അവിടുത്തെ വികാരി. വലിയൊരു ഇടവകയായിട്ടത് വളരുന്നു. ന്യൂയോർക്കിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ബ്രോങ്ക്സിൽ ഒരു ദേവാലയം ലഭിച്ചതും ഇടവക സ്ഥാപിക്കുവാൻ കഴിഞ്ഞതും വലിയ ദൈവപരിപാലനയുടെ ഭാഗമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടിയച്ചൻ ഓർമ്മിക്കുന്നു. വളരെ നാളുകൾ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ആ പ്രദേശവാസികൾക്കൊപ്പം ചേർന്ന് പതിവായി നടത്തുമായിരുന്ന ആരാധനയ്ക്കും അനേകരുടെ പ്രാർത്ഥനകൾക്കും ദൈവം നൽകിയ പ്രത്യുത്തരമായിരുന്നു ആ ദേവാലയം. 2001 മുതൽ ബ്രോങ്ക്സിലെ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിലെ വികാരിയാണ് ബഹുമാനപ്പെട്ട ജോസ് കണ്ടത്തിക്കുടിയച്ചൻ. ബ്രോങ്ക്സ് ഏറ്റവും പഴയ ന്യൂയോർക്ക് പട്ടണമാണ്. അവിടേക്ക് വന്നപ്പോൾ എനിക്ക് അധികം ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്നു നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ റോക്ക്ലാൻഡിലെ പള്ളിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വിശുദ്ധ കുർബാന എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് കൊണ്ടുവന്ന് ഈ ബ്രോങ്ക്സിലെ യോങ്കേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ, മാളിയേക്കൽ ജോസിൻ്റെ വീട്ടിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഉള്ള മലയാളികളെല്ലാം വിളിച്ചു കൂട്ടി എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ആരാധന നടത്തുമായിരുന്നു. ഒരു പള്ളിക്ക് വേണ്ടിയിട്ട്, സ്വന്തമായ ഒരു ദേവാലയം കിട്ടാൻ വേണ്ടിയിട്ട്. ആ വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് ലയിച്ച് നിന്ന് ആരാധിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് 2002 ആയപ്പോഴേക്കും എനിക്ക് ആർച്ച് ഡയസിൻ്റെ ഒരു ദേവാലയം അടച്ചു പൂട്ടിക്കിടക്കുന്നത് തുറന്നു കിട്ടി. അവിടുത്തെ മോൺസിഞ്ഞോറുമാരും വികാരി ജനറാളുമാരും ചാൻസലറും ഒക്കെ എൻ്റെ വലിയ സുഹൃത്തുക്കളായതുകൊണ്ട് ആയിത്തീർന്നതാണ്. അവരോടുള്ള ഞാനും പെരുമാറുന്നു, അവരും എന്നോട് നന്നായിട്ട് പെരുമാറി. അദ്ദേഹം എനിക്ക് ആ പള്ളി തുറന്നു തന്നു. അങ്ങനെ ലീസിന് ഒരു നോമിനലായിട്ട് മാസം $1000 വാടകയായിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അവിടെ ആ സ്ഥലം ശരിക്കും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു $10,000-20,000 വാടകയ്ക്ക് പോകാനുള്ള 1.5 ഏക്കർ സ്ഥലമുണ്ട്. വലിയൊരു പള്ളി, പള്ളിയുടെ അടിയിൽ വലിയൊരു പാരിഷ് ഹാള്,
പിന്നെ ഒരു വശത്ത് ഒരു കോൺവെൻറ്റ് ബിൽഡിംഗ്, അവിടെയാണ് ഞങ്ങളിപ്പോൾ വേദപാഠം 12 ക്ലാസ്സുകൾ നടത്തുന്നത്. മറുവശത്ത് വലിയൊരു റെക്ടറി, അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഒരു പള്ളിമുറി, അതിന് 4 നിലയുണ്ട്, മറ്റതിനും 4 നിലയുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നിസ്സാരമായ $1000 വാടകയ്ക്ക് ഞാൻ വാങ്ങിച്ചെടുത്തു. അത് വെഞ്ചരിക്കാൻ പുതിയ മെത്രാനായി തീർന്ന അങ്ങാടിയത്തെ പിതാവിനെ ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ആദ്യമായിട്ട് അദ്ദേഹം മെത്രാനായിട്ടൊരു പള്ളി വെഞ്ചരിക്കുന്നതാണ്. ഞങ്ങളുടെ സെൻറ്റ് വാലന്റൈൻ എന്ന് പേരുണ്ടായിരുന്ന പള്ളിയെ നാമകരണം ചെയ്തു, സെൻറ്റ് തോമസ് ചർച്ച് എന്നാക്കി. അവിടുത്തെ വികാരിയായിട്ട് തന്നെ അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. ഈ ന്യൂയോർക്ക് ഇടവകയ്ക്ക് ന്യൂയോർക്ക് സ്റ്റേറ്റ് മുഴുവനുമാണ് അധികാരപരിധി എഴുതി തന്നത്. എല്ലാം കൂടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ 1500-ലധികം വീട്ടുകാരുണ്ട്. ഒന്നര പതിറ്റാണ്ടിലേറെയായി ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടിയച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിവന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ആ ദേശത്ത് 8 ഇടവക ദേവാലയങ്ങളും ഏതാനും മിഷൻ സെന്ററുകളുമുണ്ട്. അതിലുമുപരിയായി ചിക്കാഗോ കേന്ദ്രീകരിച്ച് തുടങ്ങിയ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഒരു മികച്ച രൂപതയായി നിലകൊള്ളുന്നു. ലോകമെങ്ങുമുള്ള പ്രവാസികളായ സീറോ മലബാർ കത്തോലിക്ക സഭാംഗങ്ങൾക്ക് മുഴുവൻ മാതൃകയും അഭിമാനവുമാണ് ചിക്കാഗോ രൂപത. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം 7ാമത്തെ ഇടവക ഞാൻ തുടങ്ങിയത് നോർവാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്, കണക്റ്റിക്കറ്റ്. എൻ്റെ പള്ളിയിൽ നിന്ന് ഒരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് അവിടെ എത്താം, 30-40 മിനിറ്റ്. അവിടെ ഒരു വട്ടക്കുന്നേൽ അച്ഛനെ കിട്ടി, വിൻസെൻഷൻ, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അത് നന്നായിട്ട് പോകുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി ഇക്കൊല്ലത്തെ പുതിയ ഞായറാഴ്ച ഞാൻ എൻ്റെ 8ാമത്തെ ഇടവകയും സ്ഥാപിച്ചു. ആ ഇടവകയുടെ പേര് ബുഖാനൻ എന്നാണ്. എൻ്റെ പള്ളിയിൽ നിന്ന് 45 മൈൽ അകലെയാണ്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അവിടെ എന്നും ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കുർബാന. ഇങ്ങനെ സീറോ മലബാർ സഭ മൊത്തത്തിൽ വളരുകയാണ്. ന്യൂയോർക്കിൽ തന്നെ ഇപ്പോൾ 8 ഇടവകൾ. മൊത്തം ഈ ചിക്കാഗോ രൂപതയ്ക്ക് 38 ഇടവകളുണ്ട്, 32 സ്റ്റേഷൻസ് ഉണ്ട്. ഇടവകളിൽ ഫുൾ ഫ്ലെഡ്ജ് വികാരിച്ചം വേണം, എല്ലാ ദിവസവും കുർബാന, എല്ലാ ഞായറാഴ്ചയും കുർബാന. മറ്റുള്ളിടത്ത് മാസത്തിലൊന്നോ 2 മാസത്തിലൊന്നോ ഓരോ കുർബാന. പതിറ്റാണ്ടുകളായി തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുമ്പോഴും യാത്രകൾക്കും മറ്റ് കഠിന പ്രയത്നങ്ങൾക്കുമായി ദിവസങ്ങളോളം മാറ്റിവെക്കുമ്പോഴും ബഹുമാനപ്പെട്ട കണ്ടത്തിക്കുടിയച്ഛൻ ആരോഗ്യപരമായ ഏറെ ഗുരുതര പ്രതിസന്ധികളെ തൃണവദ്ഗണിക്കുകയാണ് ചെയ്തിരുന്നത്. എല്ലാ വേദനകൾക്കും പ്രതിബന്ധങ്ങൾക്കും അതീതമായി അദ്ദേഹം ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിച്ചു. 2 പതിറ്റാണ്ടിലേറെയായി വൃക്ക സംബന്ധമായ രോഗം കീഴ്പ്പെടുത്തിയ അദ്ദേഹം 2 തവണ കിഡ്നി മാറ്റിവെച്ചിരിക്കുന്നു. ഒപ്പം കരൾ സംബന്ധമായ ഗുരുതരമായ രോഗാവസ്ഥയും അദ്ദേഹം ഇക്കാലയളവിൽ അതിജീവിച്ചിരിക്കുന്നു. ഞാൻ ഒരുപാട് രോഗിയായ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു നഷ്ടബോധമോ പേടിയോ തോന്നിയിട്ടില്ല. എൻ്റെ 2 കിഡ്നി നിലച്ചുപോയി. എൻ്റെ കിഡ്നി പ്രവർത്തിക്കുന്നില്ല എന്ന് എന്നെ ആദ്യമായിട്ട് ബോധ്യപ്പെടുത്തിയത് വള്ളോപ്പള്ളി പിതാവാണ്. ഞാൻ കൽപ്പറ്റയിലെ ഈ പള്ളി പണിതുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവ് പണി കാണാൻ വന്നു. എന്നിട്ട് ഞാൻ നടന്ന് സ്റ്റെപ്പ് വെച്ച് മുകളിലോട്ട് കയറിയപ്പോൾ പിതാവ് എന്നോട് പുറയുന്നു ചോദിച്ചു, ജോസച്ചൻ്റെ കിഡ്നി ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അതെന്നാ പിതാവേ അങ്ങനെ ചോദിച്ചേ? അച്ഛൻ്റെ കാല് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ കാലിന് നീരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീരുണ്ട് പിതാവ്. എന്നാൽ അച്ഛൻ ഉടനെ ഒരു കിഡ്നി ഡോക്ടറെ പോയി കാണണം, ഒട്ടും അമാന്തിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു കിഡ്നി രോഗിയാണെന്ന് മനസ്സിലായത്. പിന്നെ എൻ്റെ കിഡ്നി ഒട്ടും വർക്ക് ചെയ്യാതായി. ആദ്യം ഹ്യൂസ്റ്റണിൽ നിന്ന് ഒരു കറുത്ത മനുഷ്യൻ, ഒരു നീഗ്രോ ആഫ്രിക്കൻ ഗണത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു.
അപ്പോൾ ആ മനുഷ്യൻ്റെ 2 കിഡ്നി എടുത്തോ, ഒന്ന് വേറെ ആർക്കോ കൊടുത്തു, ഒന്ന് എനിക്കും തന്നു. അത് 4 കൊല്ലം പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് ഡയാലിസിസ് പിന്നെയും ചെയ്യേണ്ടി വന്നു. എൻ്റെ ഡയാലിസിസിൻ്റെ പോർട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ സജീവമായിട്ടുണ്ട്. ഇത് അതിൻ്റെയാണ് ഡയാലിസിസ് ചെയ്തത്. 11 കൊല്ലം ഡയാലിസിസ് ചെയ്ത് ജീവിച്ചു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഒരു കിഡ്നി കൂടി കിട്ടി 2014 ഒക്ടോബർ 9. അത് ടെക്സാസ് സ്റ്റേറ്റിലെ ഓസ്റ്റിൻ എന്ന് പറയുന്നിടത്ത് മരിച്ചു വീണ ഒരു ആഫ്രിക്കൻ വനിത, 46 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ആണെന്ന് മാത്രം അറിയും, മറ്റു വിവരം അവർ പറയല. അതെനിക്ക് കിട്ടി. അതാണിപ്പോൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ കാലിന് ഭയങ്കര നീര് എന്നെ അലട്ടുന്നുണ്ട്. എൻ്റെ വായ എപ്പോഴും വറ്റിപ്പോവും, ഉമിനീര് തീരെ ഇല്ലാണ്ടാകും. അതൊക്കെ ഇതിൻ്റെ ചില റിയാക്ഷൻസാണ്. വേറെ എനിക്ക് പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും നന്നായിട്ട് തന്നെ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ആരംഭിച്ച ദൈവവിളി വളർന്ന് ഇപ്പോൾ 44 കൊല്ലം പൂർത്തിയായി. 45 കൊല്ലം വൈദികനായിട്ട്. എനിക്ക് നിർവൃതിയുള്ളൂ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് വരെ ഞാൻ വൈദികനായതിൽ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ചെന്നിടത്ത് എല്ലായിടത്തും ഇടവക ജനങ്ങൾ ഒരുപാട് സ്നേഹം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ അതിനൊത്തിരി കൃതാർത്ഥനാണ്. അവരോടെല്ലാവരോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്നും കുർബാന ചെല്ലുന്നത്. കുർബാനയിൽ ഞാൻ ശരിക്കും യേശുവിനെ അനുഭവിക്കുന്നുണ്ട്. യേശു എന്നെ എടുത്തു, എന്നെ വാഴ്ത്തി, എന്നെ വിഭജിക്കുന്നു, എന്നെ മറ്റുള്ളവർക്കായി കൊടുക്കുന്നു. അതാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന 2 ദൈവവചനം ഇതാണ്. ഒന്ന്, സങ്കീർത്തനം 16:8. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, ഉറപ്പായിട്ടും. രണ്ടാമത് ഞാൻ പറയുന്നത് 23-ാം സങ്കീർത്തനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ ആനയിക്കുന്നു. അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊക്കെ എനിക്ക് ശക്തിയും ബലവും പകരുന്ന തിരുവചനങ്ങളാണ്. നല്ലവനായ ദൈവം തനിക്ക് പ്രിയങ്കരനും വിശ്വസ്തനുമായ ഈ ദാസനിലൂടെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യാവസ്ഥകൾക്കതീതമായി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്നിൽ ദൈവം ഭരമേൽപ്പിച്ച വലിയ കാര്യങ്ങളോട് ജീവിതം മുഴുവൻ നൽകി വിശ്വസ്തത പ്രകടിപ്പിച്ച അവിടുത്തേക്ക് പ്രിയങ്കരനായ ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ ലോകത്തോട് പ്രഘോഷിക്കുന്നത് അതിരുകളില്ലാത്ത ദൈവമഹത്വമാണ്. ഈ ജീവിതത്തിൽ എല്ലാ പ്രതിബന്ധങ്ങൾക്കും അതീതമായി ദൈവരാജ്യത്തിനു വേണ്ടി പോരാടുന്ന ഈ അഭിഷിക്തനെ മാതൃകയാക്കി വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുവാൻ അനേക ശുശ്രൂഷകർ പിറവികൊള്ളുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.